വരും ദിവസങ്ങളിൽ ഒമാനിൽ ചൂട് കനക്കുമെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെ മുന്നറിയിപ്പ്. തിങ്കളാഴ്ച മുതൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ താപനില കുത്തനെ ഉയർന്നേക്കുമെന്നും ചിലയിടങ്ങളിൽ ഇത് 50 ഡിഗ്രി സെൽഷ്യസ് വരെ എത്തിയേക്കുമെന്നുമാണ് അധികൃതരുടെ മുന്നറിയിപ്പ്. ഒമാനിൽ വേനൽക്കാലത്തിന്റെ തുടക്കം കുറിച്ചുകൊണ്ട് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലായി ചൂട് അതികഠിനമാവുകയാണ്. ഇനി വരും ദിവസങ്ങളിൽ ചൂട് കനക്കുമെന്ന മുന്നറിയിപ്പാണ് നിലവിൽ പുറത്തുവിട്ടിരിക്കുന്നത്. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലായി താപനില കുത്തനെ ഉയർന്നേക്കുമെന്നും ചിലയിടങ്ങളിൽ ഇത് 50 ഡിഗ്രി സെൽഷ്യസ് വരെ എത്തിയേക്കുമെന്നുമാണ് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നത്. ഉൾപ്രദേശങ്ങളിലും മരുഭൂമി മേഖലകളിലും വരും ദിവസങ്ങളിൽ ചൂട് വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ റിപ്പോർട്ടുകൾ. വരണ്ടതും കഠിനവുമായിട്ടുള്ള കാലാവസ്ഥ ഇനിയുള്ള ദിവസങ്ങളിൽ ശക്തമാകും. നാഷണൽ മൾട്ടി ഹസാർഡ് ഏർലി വാർണിംഗ് സെന്റർ പുറപ്പെടുവിച്ച ജാഗ്രതാ നിർദ്ദേശമനുസരിച്ച് ഒമാൻ കടലിനോട് ചേർന്നുള്ള തീരപ്രദേശങ്ങളിൽ വരും ദിവസങ്ങളിൽ കടുത്ത ചൂട് അനുഭവപ്പെടും. ഇവിടെ താപനില 40-ന് മുകളിലെത്തുമെന്നും ചിലയിടങ്ങളിൽ അത് 50 ഡിഗ്രി സെൽഷ്യസ് വരെ എത്തുമെന്നുമാണ് സൂചന. അന്തരീക്ഷത്തിന്റെ മുകൾ ഭാഗത്തുണ്ടാകുന്ന ഉയർന്ന വായുമർദ്ദവും വടക്ക് പടിഞ്ഞാറ് ദിശയിൽ നിന്ന് വീശുന്ന വരണ്ട കാറ്റുമാണ് ചൂട് ഇത്രയധികം വർദ്ധിക്കാനുള്ള കാരണമായി മാറുന്നത്. രാജ്യത്തെ മറ്റ് മേഖലകളിലേക്കും ഈ ചൂട് കഠിനമാകുമെങ്കിലും അൽ വുസ്ത, ദോഫാർ എന്നീ തീരദേശ മേഖലകളിൽ ഒമാന്റെ വടക്കൻ ഉൾനാടൻ പ്രദേശങ്ങളെ അപേക്ഷിച്ച് താരതമ്യേന ഭേദപ്പെട്ട കാലാവസ്ഥയായിരിക്കും. തീവ്രമായ ചൂട് കണക്കിലെടുത്തുകൊണ്ട് സ്വദേശികൾക്കും പ്രവാസികൾക്കും പുറംജോലികളിൽ ഏർപ്പെടുന്നവരും കടുത്ത ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പും അതോറിറ്റി നൽകിയിട്ടുണ്ട്. സൂര്യപ്രകാശം നേരിട്ടേൽക്കരുത്. ഉച്ചസമയങ്ങളിൽ പ്രത്യേകിച്ച് ചൂട് അതിന്റെ പരമാവധിയിൽ എത്തുന്ന സമയത്ത് നേരിട്ട് വെയിൽ കൊള്ളുന്നത് പൂർണ്ണമായും ഒഴിവാക്കി ധാരാളം വെള്ളം കുടിച്ച് മുന്നോട്ട് നീങ്ങുക എന്നതാണ് പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ. നിർജ്ജലീകരണവും മറ്റും മൂലമുണ്ടാകുന്ന ശാരീരിക അസ്വസ്ഥതകൾ ഒഴിവാക്കാൻ ആവശ്യത്തിന് വെള്ളം കുടിക്കുക എന്നുള്ളതാണ് ഏക പോംവഴി. ഇന്റർനാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.